ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് ജമ്മു കാശ്മീരിലുടനീളം ഭീകര ശൃംഖലകൾക്കും അവരുടെ പിന്തുണാ ഘടകങ്ങൾക്കുമെതിരായ നടപടികൾ സുരക്ഷാ സേന ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്റലിജൻസ് നേതൃത്വത്തിലുള്ള ഒരു പ്രധാന ഓപ്പറേഷനിൽ ജമ്മു കാശ്മീർ പോലീസ്, സൈന്യം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവയുടെ സംയുക്ത സംഘങ്ങൾ 5 ഹൈബ്രിഡ് ഭീകരർ, ഭൂഗർഭ തൊഴിലാളികൾ, ഭീകര കൂട്ടാളികൾ എന്നിവർ ഉൾപ്പെടെ 13 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഷോപ്പിയാൻ, പുൽവാമ, ബാരാമുള്ള, കുൽഗാം ജില്ലകളിലെ സോപൂർ എന്നിവിടങ്ങളിലാണ് ഓപ്പറേഷൻ നടത്തിയത്. ഓപ്പറേഷനുകൾക്കിടയിൽ ആയുധങ്ങൾ, വെടിമരുന്ന്, ഹാൻഡ് ഗ്രനേഡുകൾ, ദേശീയവിരുദ്ധ രേഖകൾ, അതോടൊപ്പം തന്നെ പോസ്റ്ററുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം സുരക്ഷാ സേന കണ്ടെടുത്തു. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ, സാധ്യമായ ഭീകര ഗൂഢാലോചനകൾ, യുദ്ധസമാന വസ്തുക്കളുടെ സംഭ്രമം, ഹൈബ്രിഡ് ഭീകര പ്രവർത്തകരുടെ നീക്കങ്ങൾ എന്നിവയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എത്തുന്നത്. അതായത് ജമ്മു കാശ്മീരിൽ ഹൈബ്രിഡ് ഭീകരരുടെ ഒരു പുതിയ നീക്കം അവിടെ നടക്കുന്നുണ്ട്. ഇൻപുട്ടുകളെ തുടർന്ന് സുരക്ഷാ സേന താഴ്വരയിൽ ഉടനീളം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. നിയന്ത്രണ രേഖ മുതൽ പട്ടണങ്ങൾ, നഗരങ്ങൾ, ഹൈവേകൾ വരെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അധിക വിന്യാസങ്ങൾ, മിന്നൽ പരിശോധനകൾ, മൊബൈൽ ചെക്ക് പോസ്റ്റുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷാ സേനയുടെ സ്ഥാപനങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹൈബ്രിഡ് ഭീകരർ ആരാണ്? അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സുരക്ഷാ ഏജൻസികളുടെ പക്കലുള്ള ഡേറ്റാബേസുകളിലോ വാണ്ടഡ് ലിസ്റ്റുകളിലോ മുൻകാല റെക്കോർഡുകൾ ഇല്ലാത്ത ആളുകളാണ് ഹൈബ്രിഡ് ഭീകരർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. രഹസ്യമായി ഭീകരരാകുക, നിർദ്ദിഷ്ട ഭീകരാക്രമണങ്ങൾ നടത്താൻ തയ്യാറാകുക, അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ എന്ന നിലയിൽ അവർ സാധാരണ ജീവിതം നയിക്കുന്നതായി തോന്നാം. ഇവർക്ക് പ്രത്യേക ലക്ഷ്യവും പദ്ധതിയുമാണ് നൽകുക. തോക്ക്, ഹാൻഡ് ഗ്രനേഡുകൾ പോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനും ലക്ഷ്യം കഴിഞ്ഞാൽ അവ ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുമുള്ള പരിശീലനം അവർക്ക് നൽകുന്നുണ്ട്. ഇവരെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അവരുടെ റിക്രൂട്ട്മെന്റും ബ്രെയിൻ വാഷിംഗും പലപ്പോഴും ഓൺലൈനിലാണ് നടക്കുന്നത്. അവർക്ക് പരിമിതമായ പ്രാദേശിക അല്ലെങ്കിൽ വിദൂര പരിശീലനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. കൂടാതെ ലഷ്കർ-ഇ തോയ്ബയുമായും മറ്റ് സമാന സംഘടനകളുമായും ബന്ധമുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ULC പോലുള്ള ഗ്രൂപ്പുകൾ പ്രത്യേക ജോലിക്കായി അവരെ സജ്ജരാക്കാറുണ്ട്. ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതും ഇവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമെന്നാണ്. സംശയാസ്പദമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾക്ക് പ്രത്യേക രഹസ്യാന്വേഷണം ലഭിച്ചതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. സാങ്കേതിക നിരീക്ഷണം ശക്തിപ്പെടുത്തിയപ്പോൾ സംയുക്ത ടീമുകൾ അപ്രതീക്ഷിത കോർഡൺ ആൻഡ് സെർച്ച് ഓപ്പറേഷനുകൾ നടത്തി. പകലും രാത്രിയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തി. അതേസമയം നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നിയന്ത്രണ രേഖയിലും പെട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 90 മണിക്കൂറുകളിൽ നിരവധി വിജയകരമായ ഓപ്പറേഷനുകൾ നേടാൻ ഈ നടപടികൾ സുരക്ഷാ സേനയെ സഹായിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു. മൊത്തത്തിൽ ഓപ്പറേഷനുകളുടെ ഫലമായി 13 പേരെ അറസ്റ്റ് ചെയ്യാനും ഗണ്യമായ അളവിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്തവയിൽ ഒരു AK റൈഫിൾ, 2 AK മാഗസീനുകൾ, 10 ഹാൻഡ് ഗ്രനേഡുകൾ, 100-ലധികം റൗണ്ട് വെടിയുണ്ടകൾ, ഒരു ഇംപ്രൊവൈസ് സ്ഫോടക വസ്തു കൂടാതെ ദേശീയവിരുദ്ധ രേഖകളും പോസ്റ്ററുകളും ഉൾപ്പെടുന്നുണ്ട്. 4 9mm പിസ്റ്റളുകൾ, 4 മാഗസീനുകൾ, 22 റൗണ്ട് വെടിയുണ്ടകൾ, 2 ഹാൻഡ് ഗ്രനേഡുകൾ എന്നിവ ഇവരുടെ കൈവശം നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 5 പേരെയും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. സുരക്ഷാ സേനയുടെ വാറന്റ് ലിസ്റ്റുകളിൽ മുൻകാല രേഖകളൊന്നും ഇവരുടെ കൈവശമില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇത് ഇന്റലിജൻസ് വീക്ഷണകോണിൽ നിന്ന് കേസിനെ പ്രത്യേകിച്ച് ഒരു പ്രധാനമുള്ള ഒരു കേസായി മാറ്റുന്നു. സ്ഥാപിതമായ ഭീകരവാദ രേഖ അല്ലാത്ത വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഭീകര ഗൂഢാലോചന തടയാൻ കഴിയുമായിരുന്ന ഒരു പ്രധാന മുന്നേറ്റമായിട്ടാണ് ഈ ഓപ്പറേഷനെ ഇന്ത്യൻ സൈന്യം കാണുന്നത്.